നെക്സ്റ്റ് ഒരു നല്ല ലേഔട്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നാണ്. ഫസ്റ്റ് പറയുന്നത് ക്യൂബിക് സ്പേസിൻ്റെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ. എന്താ ക്യൂബിക് സ്പേസ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരു റൂമാണെങ്കിൽ ലെങ്ത് വൈസ്, ബ്രെഡ്ത്ത് വൈസ്, ഹൈറ്റ്, അതാണ് ക്യൂബിക് എന്ന് പറയുന്നത്. നമ്മൾ താഴെ മാത്രമല്ല, സൈഡിൽ മാത്രമല്ല, ആ റൂം മൊത്തം മേലെ അടക്കം ഉള്ള സ്പേസ് എങ്ങനെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാം എന്ന് ആക്ച്വലി ഡിസൈഡ് ചെയ്യുന്നത് ഒരു ലേഔട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വലിയ സ്പേഷ്യസ് ആയിട്ടൊരു വീട് ഉണ്ടാക്കിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ മര്യാദയ്ക്ക് നമ്മൾ കാര്യങ്ങൾ അടുക്കി പെറുക്കി വെച്ചില്ലെങ്കിൽ, ഇപ്പം നമുക്കൊരു അലമാരി ഉണ്ട് ഒരു മുറിയിൽ, ഈ അലമാരിയിൽ തുണികൾ അടുക്കി വെക്കാതെ നമ്മളൊരു കസാരയിലെല്ലാം കൂടി കൂട്ടിയിട്ടാ ആ കസാര എന്ന് പറയുന്നത് ഇരിക്കാനാണ്. അപ്പൊ ആ റൂമിൽ വരുമ്പോൾ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ സംഭവത്തിന് അവിടെ സ്പേസ് ഇല്ലാണ്ട് വരും. ഇപ്പം അതുപോലെ നമ്മൾ ഉള്ള ഒരു എൻറ്റയർ സ്പേസിനെ, അത് ഫ്ലോർ സ്പേസ് മാത്രമല്ല, പൊതുവെ സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പം നിരപ്പായിട്ടുള്ള ഫ്ലോർ സ്പേസ് മാത്രം, അതല്ല, അടുത്തും അതുപോലെ ഹൈറ്റും അതും കൂടി ചേർന്നിട്ടൊരു ക്യൂബാണ്. അപ്പൊ താഴെയും സൈഡിലും മേലെയും എല്ലാ സ്പേസും പ്രോപ്പറായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നാണ്. നമ്മളിപ്പോ ഏറ്റവും മേലൊരു റാക്ക് ഉണ്ട്, നമ്മൾ സാധനങ്ങൾ കുറെ അതിലേക്ക് എടുത്തിട്ടാൽ ആ സ്പേസ് യൂട്ടിലൈസേഷനാ. അതിന് പകരം അതൊക്കെ നിലത്തന്നെ ഇരുന്നാലോ, താഴത്തെ ഫ്ലോർ സ്പേസ് ആണ് പോണം. അപ്പൊ ഉള്ള സ്ഥലം ലെങ്ത് വൈസ്, ബ്രെഡ്ത്ത് വൈസ് ആൻഡ് ഹൈറ്റ് വൈസ് നമ്മൾ എങ്ങനെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു നല്ല ലേഔട്ടിന്റെ മിടുക്കാണ്. ഇനി സെമി ഫിനിഷ്ഡ് പ്രോഡക്ട്സിന് വെയിറ്റിംഗ് ടൈം മിനിമൈസ് ചെയ്യാൻ എന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിലും ഒറ്റൊരു പ്രോസസ്സ് കൊണ്ടോ ഒരൊറ്റൊരു സ്ഥലത്ത് കൊണ്ടോ മാത്രം എന്ത് തീരില്ല, പ്രോസസ്സ് കംപ്ലീറ്റ് അവസാനിക്കില്ല. ഒരു മെറ്റീരിയല് ഒരു സ്ഥലത്ത് പ്രോസസ്സിങ് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് പോയി, പിന്നെ അടുത്ത സ്ഥലത്ത് പോയി, അങ്ങനെ പോയിട്ടാണ് അവസാനം ഫിനിഷ് ഗുഡ് ആയിട്ടത് കിട്ടുക. അപ്പൊ ഒരു റോ മെറ്റീരിയൽ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അത് സെമി ഫിനിഷ്ഡ് ആണ്. ഈ സെമി ഫിനിഷ്ഡ് ഗുഡ്സിന് അധികം കാത്തുനിൽക്കലുകളൊന്നുമില്ലാതെ വളരെ സുഗമമായിട്ട് ആ പോണ്ട പാർട്ടി കൂടെയൊക്കെ എങ്ങനെ ഡിപ്പാർട്ടിൽ അങ്ങനെ ഒരറ്റത്തുനിന്ന് ഒരു റൂമിൽ തന്നെ ഒരറ്റത്തുനിന്ന് വേറെ അറ്റത്തേക്കാണെങ്കിൽ അങ്ങനെ, അപ്പൊ പോകേണ്ട രീതിയിൽ ഇതിന് അധികം കാത്തു നിൽക്കാതെ അങ്ങോട്ട് പോയി ഒരു ഫിനിഷ്ഡ് ഗുഡായിട്ട് ഒരറ്റത്തേക്ക് എത്താൻ പറ്റിക്കുക എന്നുള്ളതും ഒരു നല്ല ലേഔട്ടിന്റെ ഒബ്ജക്റ്റീവാണ്. മൂന്നാമത്തത് വർക്കിംഗ് കണ്ടീഷൻസിനെ സേഫ് ആക്കുക, ബെറ്റർ ആക്കുക, ഇംപ്രൂവ് ആക്കുക. ഇപ്പൊ നമ്മള് സാധനങ്ങൾ അടുക്കി വെക്കുന്നത് പോട്ടെ, നമ്മൾ ഇരിക്കുന്ന ഒരു റൂം, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിങ്, നല്ല വിശാലമായിട്ട് ഇരിക്കാനുള്ള ഒരു സൗകര്യം, ഒരു ശ്വാസമൊക്കെ എടുത്തിരിക്കാൻ പറ്റുന്ന ഒരു കെഫ്റ്റീരിയ, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ കുറച്ചും കൂടി ബെറ്റർ ആണ് അല്ലെ. ഇനി അതല്ല, സുരക്ഷിതമായിട്ട് ഫയർ വരികയാണെങ്കിൽ എക്സ്കേപ്പ് ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ അങ്ങനെ ഒരു അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ സേഫ് ആണ്, ബെറ്റർ ആണ്, കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആണ്. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇസ് മിനിമൈസ്ഡ് ആൻഡ് എഫക്റ്റീവ്ലി കൺട്രോൾഡ്, അല്ലെങ്കിൽ എഫിഷ്യൻ്റ്ലി കൺട്രോൾഡ്. നമുക്കറിയാം ആവശ്യമില്ലാതെ കുറേ സാധനങ്ങൾ വലിച്ചു എടുത്ത് വേറൊരു സ്ഥലത്ത് പോയി, പിന്നെ അവിടുന്ന് വേറൊരു സ്ഥലത്ത് പോയി, പിന്നെ അവിടുന്ന് വേറൊരു സ്ഥലത്ത്, ഇങ്ങനെ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങും ട്രാൻസ്പോർട്ടേഷനും ഒരുപാടായാലും പ്രശ്നമാണ്. എന്നാൽ തീർത്തും മെറ്റീരിയൽസ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഹാൻഡിൽ ചെയ്യാതെ അങ്ങനെ പോയിട്ടും കാര്യമില്ല. അപ്പൊ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങും ട്രാൻസ്പോർട്ടേഷനും ഏറ്റവും മിനിമത്തിൽ നിൽക്കുക, എഫിഷ്യൻ്റ്ലി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുക. അതാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ മിനിമൈസ് ചെയ്യുക എന്നുള്ളത്. ഇനി മൂവ്മെന്റ്സ് മെയ്ഡ് ബൈ വർക്കേഴ്സ് ആർ മിനിമൈസ്ഡ്. വർക്കേഴ്സിന് നടത്തേണ്ട മൂവ്മെന്റുകൾ സൈഡിലേക്ക് ആയാലും നേരൊക്കെ ആയാലും, വെറുതെ കുറേ സമയം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സമയം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്കത് മിനിമം മൂവ്മെന്റുകൾ റെസ്ട്രിക്ട് ചെയ്യുക. എന്ന് വെച്ചിട്ട് തീർത്തും ഒരു സ്ഥലത്ത് ഇരുന്ന് തന്നെ എല്ലാ പണിയെടുക്കാൻ പറ്റണമെന്നില്ല. സോ യു വിൽ ഹാവ് ടു, പക്ഷെ വർക്കേഴ്സിന്റെ മൂവ്മെന്റുകൾ മിനിമൈസ് ചെയ്യുക. പ്രൊഡക്ഷൻ സെന്റേഴ്സിന് സ്യൂട്ടബിൾ സ്പേസ് അലോ വേണം.
എവിടെയാണ് നമ്മുടെ മാനുഫാക്ചറിങ് നടക്കുന്നത്. ആ മാനുഫാക്ചറിങ് നടക്കുന്നിടത്ത് അത്യാവശ്യം നമുക്ക് എന്ത് വേണം? സ്പേസ് വേണം. പിന്നെ പ്ലാന്റ് മെയിൻ്റനൻസ് എളുപ്പമായിരിക്കണം. വളരെ സിമ്പിൾ ആയിട്ട് പ്ലാന്റിനെ നിലനിർത്തി കൊണ്ടുവരാൻ പറ്റണം. നമ്മുടെ ആ ഒരു അല്ലെങ്കിൽ നമ്മൾ പറയില്ല, ഒരു വീട് പണിതു, എല്ലായിടത്തും നമ്മൾ ഭംഗിക്ക് വേണ്ടി വെള്ള മാർബിള്, വെള്ള ടൈൽസ്, വൈറ്റ് പാലസ് എന്ന് പേരും കൊടുത്തു. പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? നമ്മളെപ്പോഴും എന്തുകൊണ്ടാ ഫ്ലോർ എലഗന്റ് ലുക്ക് വെള്ളക്കൊക്കെയാണ്, സമ്മതിച്ചു. പക്ഷെ എന്തുകൊണ്ടാ നമ്മള് ഫ്ലോറില് മാർബിളോ ഗ്രാനൈറ്റോ ഒക്കെ ഇടുമ്പോ വെള്ളം ഇടാത്ത? ചളിയാവും. ചളിയായ തുടയ്ക്കണം. ഒരു ബ്രൗൺ ഫ്ലോറിന് ചളിയായ തുടച്ച് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അത്ര എളുപ്പമല്ല ഒരു വെള്ള ഫ്ലോറില്. ഭംഗി കൂട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പൊ നമ്മളിത് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള സിംപ്ലിസിറ്റി കൂടി നമ്മൾ എപ്പോഴും ലേ ഔട്ടില് തീരുമാനിക്കണം. ആ ഒബ്ജക്റ്റീവാണ് പ്ലാൻ മെയിൻ്റനൻസ് സിമ്പിൾ ആക്കണം എന്നുള്ളത്. പിന്നെ there is increased flexibility for changes in product design and for future expansion. ഇപ്പൊ നിസ്സാരം, ഞാനൊരു വീടിന്റെ പണിയുമായിട്ട് ലിങ്ക് ചെയ്ത് പറയണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു വീട് പണിതു. നമ്മൾ ആകെപ്പാടെ 2 ബെഡ്റൂമുള്ള ഒരു ചെറിയ വീടാണ് പണിതത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ നമുക്കൊരു ബെഡ്റൂമും കൂടി പണിയണം. അപ്പൊ നമുക്ക് ഉള്ള സ്ഥലം ആ എക്സ്പാൻഷന് പ്രൊവിഷൻ ഇല്ല. നമ്മൾ പണിത സ്ട്രക്ചർ വെച്ചിട്ട് മേലേക്ക് എടുക്കാൻ പറ്റില്ല, സൈഡിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടല്ലേ ചില വീടുകൾ നമുക്ക് ഇനി ഒരു ഫർദർ എക്സ്റ്റൻഷൻ പറ്റില്ല. എന്നാൽ ചില വീടുകൾ നമുക്കറിയാം നീട്ടി അവരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് ആവശ്യമാണ്. ഒരു വീടിനെക്കാട്ടിലും ഉപരി നമ്മളൊരു ഓർഗനൈസേഷൻ, ഒരു പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യണ സമയം പുതിയ പ്രോഡക്റ്റുകൾ വരാം. ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോ നമുക്ക് പുതിയ പ്രോഡക്റ്റ് വരാം. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു പ്ലാന്റ്, ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കേണ്ടി വരും. ഫ്യൂച്ചർ എക്സ്പാൻഷൻ വരുന്ന സമയത്ത് നമുക്ക് ചില ബിൽഡിങ്സ് ഒക്കെ പണിയേണ്ടി വരാം. അല്ലെങ്കിൽ നമുക്ക് ഉള്ള സ്ഥലത്ത് തന്നെ ഒന്ന് ലേ ഔട്ടൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യേണ്ടി വരാം. അതിന് പറ്റണം. ചില സമയത്ത് ചിലപ്പോ പുതിയൊരു പ്രോഡക്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പുതിയൊരു ലേ ഔട്ട് വേറെ ഉണ്ടാക്കണം എന്നില്ല. ഉള്ള ലേ ഔട്ട് ഫ്ലെക്സിബിൾ ആണെങ്കിൽ അതിൽ അല്ലറ ചില്ലറ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ ചിലപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ മാനുഫാക്ചറിങ്ങും കൂടി നടന്നു പോയി എന്ന് വരാം, ആ മാനുഫാക്ചറിങ് പ്രോസസ് അനുസരിച്ചിട്ട്. അപ്പൊ അങ്ങനെ ഫ്ലെക്സിബിലിറ്റി പറ്റുമോ എന്നുള്ളത് അതിനൊരു ചാൻസ് നോക്കണം. പെർമിറ്റ്സ് മെറ്റീരിയൽസ് ടു മൂവ് ത്രൂ ദ പ്ലാന്റ് അറ്റ് ദ ഡിസൈഡ് സ്പീഡ് വിത്ത് ലോവസ്റ്റ് കോസ്റ്റ്. നമ്മളുടെ പ്ലാന്റില് നടക്കുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ സാമാന്യം നല്ലൊരു സ്പീഡില് ലോവസ്റ്റ് കോസ്റ്റിന് മൂവ്മെന്റ് ഉണ്ടായിരിക്കണം. മെറ്റീരിയൽസ് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റണം. പ്ലാന്റിലൂടെ മെറ്റീരിയൽസ് ഡിസൈഡ് സ്പീഡില് വിത്ത് ലോവസ്റ്റ് കോസ്റ്റില് മൂവ് ചെയ്യണം. അതിന് പറ്റണം. അതാണ് ഒരു കാര്യം. ഇനി there is increased productivity and better product quality with reduced capital cost. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും പ്രോഡക്റ്റിന് ബെറ്റർ ക്വാളിറ്റി എൻഷുർ ചെയ്യാനും. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് മുടക്കുമുതൽ പാടില്ല. അങ്ങനെ പറ്റണം. അപ്പൊ അതും ഒരു നല്ല ലേ ഔട്ടാണ്. നമ്മൾ പറയില്ലേ, ഇപ്പൊ വീടൊക്കെ പണിയുമ്പോ വെറും 3 സെന്റ് സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞു കണ്ടില്ല. അപ്പൊ എന്താ വെച്ചാൽ 3 സെന്റ് ഉള്ളെങ്കിലും ആ ഒരു സ്ഥലത്ത് അത് ഇഫക്റ്റീവ്ലി അവർ ലേ ഔട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ റെഡ്യൂസ്ഡ് ക്യാപിറ്റൽ കോസ്റ്റില് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന രീതിയിൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നതായിരിക്കണം. ഒരു ലേ ഔട്ട് ഉള്ളത് കൊണ്ട് മാത്രം ഇത് ഉണ്ടാവും, പ്രൊഡക്ടിവിറ്റിയും ക്വാളിറ്റി ഉണ്ടാവുന്നല്ല. മറ്റ് സംവിധാനങ്ങൾക്കൊപ്പം ഈ 2 കാര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ലേ ഔട്ട് ആവണം. ബൂസ്റ്റിംഗ് അപ്പ് എംപ്ലോയി മൊറേൽ ബൈ പ്രൊവൈഡിങ് എംപ്ലോയി കംഫർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. എംപ്ലോയി മൊറേല് ബൂസ്റ്റപ്പ് ചെയ്യുക, എംപ്ലോയീസിന്റെ മൊറാലിറ്റി. കാരണം അവർ തോന്നുന്നത് എന്തെല്ലാം സൗകര്യങ്ങളാണ് ഓർഗനൈസേഷൻ തരണേ,
ഭക്ഷണം കഴിക്കാനായി വിശാലമായിട്ടൊരു കെഫ്റ്റീരിയ, റെസ്റ്റ് എടുക്കാൻ നല്ലൊരു റെസ്റ്റ് റൂം, ഇരുന്ന് വർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് നല്ല സ്പേഷ്യസ്, നല്ല കാറ്റും വെളിച്ചവും, നമുക്ക് വേണ്ട എല്ലാ കംഫർട്ടും, നല്ല സീറ്റിങ്, എല്ലാ കാര്യങ്ങളും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വർക്കേഴ്സിന് തന്നെ ഒരു ഹാപ്പിനെസ് ആണല്ലോ. കാരണം നമുക്ക് ശാരീരികമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഭയങ്കര സുഖമായിട്ട് നിന്ന് വർക്ക് ചെയ്യാം. അപ്പൊ എംപ്ലോയി മൊറേല് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുകയാണ്. അതുവഴി എംപ്ലോയീസിന് ഒരു കംഫർട്ടും സാറ്റിസ്ഫാക്ഷനും കിട്ടുകയാണ്. ഇനി സൂപ്പർവിഷനും കോർഡിനേഷനും കൺട്രോളിനും ഡിഫിക്കൽട്ടി ഇല്ല. നല്ലൊരു ലേഔട്ട് ആണെങ്കിൽ കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് സൂപ്പർവൈസ് ചെയ്യാം, കോർഡിനേറ്റ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് നല്ലൊരു ലേഔട്ട് ഉണ്ടായത് കൊണ്ടുള്ള ഗുണങ്ങൾ, അല്ലെങ്കിൽ നല്ലൊരു ലേഔട്ടിന്റെ ഒബ്ജക്റ്റീവ്സ്.